ഗുരുവായൂർ ദേവസ്വത്തെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. ക്ഷേത്രത്തിലെ കണക്കുകൾ സൂക്ഷിക്കാൻ കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്ന് കോടതി. എല്ലാ വർഷവും ജൂൺ 30-ന് മുൻപ് ദേവസ്വത്തിലെ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കളുടെ മൂല്യനിർണ്ണയം നടത്തണമെന്നും കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ഈ സ്വർണ്ണാഭരണങ്ങൾ അടക്കമുള്ള അമൂല്യ വസ്തുക്കളുടെ കാര്യത്തിലടക്കം കൃത്യമായ ഒരു കണക്കെടുപ്പിൽ ചില സംശയങ്ങളുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും കോടതി അക്കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ രാഗി, സ്വമേധയെ എടുത്ത കേസിലാണ് കോടതിയിൽ നിന്നുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വാർഷിക അക്കൗണ്ടുകൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. സാമ്പത്തിക വർഷാരംഭം വരുന്ന വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി കൊടുക്കാൻ സാധിക്കാത്തത് എന്താണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നത്. ഓഡിറ്റ് കൈകാര്യം ചെയ്യുന്നത് ഓഡിറ്റ് വകുപ്പാണെന്ന ഒരു മറുപടിയാണ് അക്കൗണ്ട് ജനറൽ നൽകിയത്. 2 ഉദ്യോഗസ്ഥരെ ദേവസ്വം അപേക്ഷയിൽ മേൽനോട്ടത്തിനായി വിട്ട് നൽകിയിട്ടുണ്ടെന്നും അക്കൗണ്ട് ജനറൽ കോടതിയെ അറിയിച്ചു. ഗുരുവായൂർ കണക്കുകൾ സൂക്ഷിക്കാൻ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് കോടതി വിമർശിച്ചത്. രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇന്ന് ഈ സ്വമേധയ എടുത്ത ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ നിന്നുണ്ടായത്. സാമ്പത്തിക വർഷം കഴിഞ്ഞ് 15 ദിവസത്തിനകം കണക്കുകൾ നൽകുന്നതാണ് സാധാരണ രീതി. അതുപോലും ഉണ്ടാകുന്നില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പോലും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കണക്കുകൾ കാണിക്കേണ്ട സമയപരിധിക്കുള്ളിൽ പോലും കണക്കുകൾ കാണിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യം തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നു. വിശദമായ വിവരങ്ങൾ നൽകണമെന്ന കാര്യവും കോടതി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ജൂൺ 30-ന് മുമ്പ് ദിവസത്തിലെ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കളുടെ മൂല്യനിർണ്ണയം നടത്തണമെന്ന ഒരു നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും കോടതി കൃത്യമായി പരിശോധിച്ചു. അതിനുശേഷമാണ് ഈ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിയമാനുസൃത കാര്യങ്ങൾക്ക് ദേവസ്വം പണം ചെലവാക്കാൻ പാടുള്ളൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലാണ് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. നിയമാനുസൃത കാര്യങ്ങൾക്ക് ദേവസ്വം പണം ചെലവഴിക്കാൻ പാടുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ആവർത്തിക്കുകയും ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി കൈമാറിയിട്ടില്ലെന്നാണ് ഓഡിറ്റ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. 65 അക്കൗണ്ടുകൾ ഉള്ളതിൽ 37 എണ്ണവും സജീവമാണ്. അക്കൗണ്ട് വിവരങ്ങൾ കൈമാറാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. 10 ദിവസത്തിന് ശേഷം ഹൈക്കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. അതിന് ഇടയ്ക്ക് അതുവരെയുള്ള കാലഘട്ടത്തിൽ എന്തെല്ലാമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്, ഈ കണക്കുകൾ കൃത്യമായി അവതരിപ്പിക്കുന്നതിലും ഒപ്പം തന്നെ അത് പരിശോധിക്കുന്നതിലും എല്ലാം തന്നെ എത്രമാത്രം സുതാര്യമായ നടപടിക്രമങ്ങളാണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇത്തരത്തിലെല്ലാം തന്നെയാണ് സ്വമേധയാ എടുത്ത കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കേസ് പരിഗണിക്കുന്നതിനിടയിൽ കോടതിയിൽ നിന്ന് പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളിലെ പരാതികളിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ സ്വമേധയാ ഒരു കേസ് എടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് കർശനമായി തന്നെയുള്ള ചില നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം ഉൾക്കൊള്ളിക്കുകയും ചെയ്തത്. രാഗി, ശരി ജിജീഷ്. ഗുരുവായൂർ ദേവസ്വത്തെ അതിശക്തമായ ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത്. ഈ വാർഷിക റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നതിൽ വലിയ ഗുരുതരമായ വീഴ്ച ഈ സംഭവത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.